ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ 390 എടുത്തൊന്ന് തെങ്കാശി വരെ പോവാണ്. സോ നമ്മൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തെങ്കാശി വരെ പോകണമെന്ന്. ആൻഡ് നമുക്കിപ്പോൾ നേരെ പോയിട്ട് എൻ്റെ ഫ്രണ്ട് അടൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ തെങ്കാശിയിലോട്ട് പോവാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അവനെ എണ്ണീറ്റിപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ട്രിപ്പ് നടക്കൂല, മഴയായതുകൊണ്ട് ഇന്ന് ഇനി പോക്ക് നടക്കൂല എന്ന് വിചാരിച്ചു. ബട്ട് ഇപ്പം കുറച്ച് വെയിലൊക്കെ മാറി വന്നിട്ടുണ്ട്. സോ ഞാൻ ലാസ്റ്റ് തെങ്കാശി പോയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എന്തോ ആണ്, 2019-20 കോവിഡിന് മുന്നേ എന്തോ ആണ് പോയത്. ആൻഡ് നമ്മൾ പലപ്പോഴും പിന്നെ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓഫ്കോഴ്സ് പ്ലാൻ ചെയ്ത് ട്രിപ്പൊന്നും നടന്നിട്ടില്ല. ഇതിപ്പം ടോട്ടലി അൺപ്ലാൻഡ് ആണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഇന്ന് തെങ്കാശി വരെ പോവാം, അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നും നടന്നിട്ടില്ല. അൺപ്ലാൻഡ് ട്രിപ്സ് എപ്പോഴും നടന്നിട്ടുള്ളൂ. സോ നമ്മൾ 2-3 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യണമെന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് പോയിട്ട് വരാം. സോ നമുക്ക് ഫസ്റ്റ് പോയി കുറച്ച് പെട്രോൾ അടിക്കാം. വണ്ടിക്കകത്ത് പെട്രോൾ കുറവാണ്. സോ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് നേരെ അടൂർ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അടൂർ വെയിറ്റിംഗ് ആണ്. മതി ഫുള്ളായി മതി. ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കുറച്ച് പെട്രോൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആ ശരിയാവില്ല. അയ്യോ ഇപ്പോൾ വെറുതെ പോയത്. ചേട്ടനെ ഇത് ബാലൻസ് മേടിക്കാണ്ട് ഇപ്പോൾ പോയാനെ. സോ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ പോയി എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് തെങ്കാശിക്ക് വിടാം. സോ നമുക്ക് ടാങ്ക് കപ്പാസിറ്റി 9.5 ലിറ്റേഴ്സേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഒരു 10,900 അടിച്ചാൽ തന്നെ വണ്ടിയുടെ ടാങ്ക് ഫുള്ളാവും. സോ അങ്ങനെ ഒരു സമാധാനമുണ്ട്. പക്ഷേ അത് അതുപോലെ തീരും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവനെ പിക്ക് ചെയ്തു. സോ നമുക്കിനി നേരെ തെങ്കാശിക്ക് വിടാം. സോ നമ്മൾ പൊല്ലൂർ വഴിയാണ് പോകുന്നത്. സോ പൊല്ലൂർ, ചെങ്കോട്ട, തെന്മല വഴിയാണ് പോകുന്നത്. പിന്നെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്ത് പോകണമെന്നിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അവിടെയും പോകണം. സോ അവിടെ ഇപ്പം സൂര്യകാന്തി പൂവൊക്കെ പൂത്ത് നിൽക്കുന്ന സീസണാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവിടെ ഇവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്ര നേരം ഒരു മൊത്തത്തിലൊരു മൂടി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോ ഇപ്പം ചെറിയ വെയിലൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് നേരെ തെന്മല ചെല്ലണം. തെന്മല ചെന്നിട്ട് അവിടുന്ന് നേരെ ചെങ്കോട്ട, അവിടുന്ന് നേരെ തെങ്കാശി. സോ നമുക്ക് തെന്മല എത്തിയിട്ട് കാണാം ഗൈസ്. ചെറിയൊരു വ്യൂ പോയിന്റ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. സോ നമുക്കിവിടെ നിന്ന് കയറി നോക്കിയിട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആണെന്നാണ് അവൻ പറഞ്ഞത്. അവൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ നമുക്കിവിടെ നിർത്തി വ്യൂ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓ സീൻ മോനെ, വിഷയം. സോ ഗൈസ്, അപ്പോൾ ഇവിടെ കിട്ടിലും വ്യൂ ആണ്. സോ നമുക്കിനി ഇവിടുന്ന് നേരെ പോകാൻ. ഇനി ഇവിടെ നിന്ന് അധികം ലേറ്റ് ആവും. സോ ഇവിടുന്ന് നമുക്കിനി ഒരു 50-60 കിലോമീറ്റർ ഉണ്ട് തെങ്കാശിക്ക്. വലിയ റഷ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പകുതി കൂടുതൽ കിലോമീറ്റർ പെട്ടെന്ന് കവർ ചെയ്തു. ഒന്നാമത് സൺഡേ ആണ്, പിന്നെ റോഡ് അത്യാവശ്യം ക്ലിയർ ആയിരുന്നു. സോ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റി. ഈ റൂട്ട് കൊള്ളാം. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ തെങ്കാശിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ ഈ മൺസൂൺ ടൈമിൽ വരിക. ചൂടുള്ള ടൈമിൽ വന്ന് ഭയങ്കര ബോറായിരിക്കും. മാക്സിമം നിങ്ങൾ മൺസൂൺ ടൈമിൽ തന്നെ വരാൻ നോക്കുക. അതാണ് അടിപൊളി. ഇത് റെയിൽവേ ബ്രിഡ്ജാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ ബ്രിഡ്ജാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. കിടിലൻ വ്യൂ ആണ് ഇവിടെ.
സോ നമുക്കിനി ഇവിടുന്ന് ഒരു 21 കിലോമീറ്റർ കൂടെ ഉണ്ട് തെങ്കാശിക്ക്. കഴിച്ചപ്പോൾ നമ്മളിവിടെ കിഡിലും വ്യൂ കണ്ടിട്ട് വണ്ടി ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. വ്യൂ നോക്കി സെറ്റപ്പ്, കിഡിലും വ്യൂ. നമ്മൾ ഈ വ്യൂ കണ്ടിട്ടാണ് ഇവിടെ നിർത്തിയത്. കുറച്ച് ഷോട്ട്സൊക്കെ ഫോണിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട് കയറിയിട്ടുണ്ട്. സോ അതിന് റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവും. അത്യാവശ്യം ഈ ഒരു ഏരിയ തൊട്ട് അങ്ങോട്ട് ഇനി നല്ല റോഡാണ് മൊത്തം. ഇതെന്താ ഇങ്ങനെ കയറി വരുന്നത്? കൊല്ലു ഇയാള്. ആൻഡ് ഇനി അങ്ങോട്ട് നമുക്ക് റോഡിൻ്റെ കാര്യം വലിയ സീനില്ല, അത്യാവശ്യം നല്ല റോഡാണ്. കഴിച്ചപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ ബിലാൽ എന്ന് പറയുന്ന ഒരു ഫേമസ് പൊറോട്ട സ്റ്റാളുണ്ട്. സോ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബിലാൽ പൊറോട്ട സ്റ്റാളിൽ കയറിപ്പോൾ നല്ല തിരക്കാണ്. നമ്മൾ ഇലയൊക്കെ കിട്ടിയിട്ട് കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്, സാധനം വന്നിട്ടില്ല, നല്ല തിരക്കാണ്. പൊറോട്ടയും പിച്ചിക്കോട്ട കോഴിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ബിരിയാണിയുടെ പറഞ്ഞിട്ടുണ്ട്, ബിരിയാണി വന്നിട്ടില്ല, അതൊക്കെ വരും. സോ കഴിച്ചപ്പോൾ നമ്മുടെ ബിരിയാണിയും വന്നു. സോ നമ്മൾ ബിരിയാണി, പിച്ചിക്കോട്ട കോഴി, പിന്നെ പൊറോട്ട, പിന്നെ ഗ്രേവി ഉണ്ട്. സോ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാം. പിന്നെ നമ്മൾ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലക്കി. ഞാൻ കഴിച്ചിട്ടില്ല, ഇവൻ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓംലെറ്റിനകത്ത് ഗ്രേവി കിട്ടുന്ന സാധനമല്ലോ, ഓക്കെ, ചിക്കൻ്റെ ഗ്രേവി കഴിച്ചപ്പോൾ നമുക്ക് ടോട്ടൽ 482 രൂപയായത്. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, ബിലാൽ പൊറോട്ട സ്റ്റാൾ. സോ ഇതിനടുത്ത് തന്നെയാണ് റഹ്മത്തുള്ളത്, റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ. സോ ഈ വഴി പോകുന്നവരൊക്കെയാണ് ഇതൊക്കെ കഴിച്ച് നോക്കുക, അടിപൊളി ഫുഡാണ്. ഇനി ഇവിടുന്ന് നേരെ പോകുന്ന അടവിനയനാർ ഡാമിൻ്റെ അടുത്തോട്ടാണ്. സോ അവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട്, നമ്മളൊരു വീഡിയോക്കകത്ത് കണ്ടായിരുന്നു. സോ ഡാമിൽ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും. സോ ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. സോ നമ്മളെന്തായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡാമിനടുത്ത് എത്താറായി. പോകുന്ന വഴിക്ക് ഇനി 2 കിലോമീറ്ററേ ഉള്ളൂ ഡാമിലോട്ട്. പോകുന്ന വഴിക്ക് ഒരു കിഡിലൻ വ്യൂ കിട്ടി. സോ നമ്മളപ്പോൾ അവിടെ നിന്ന് കിഡിലൻ കാറ്റാണ്, ഇവിടെ കിഡിലൻ വ്യൂ ആണ്. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്, കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഒരു രക്ഷയില്ല, കിഡിലൻ സ്പോട്ട്, ഫുള്ള് പാടമാണ്. നമുക്ക് കഴിച്ചിട്ട് പോവാം. നമുക്കെന്ന് പറഞ്ഞാൽ പനന്തേങ്ങ. എന്താ വ്യത്യാസം? എന്താ 60 ഇളയത്? ഓ, ഇതിലേ കുടിക്കണം. അണ്ണമ്മാ, ஐயா மதுரையா, கறி சாப்பிடுங்க. வயலு கறிக்கு மட்டும் தரோம், இலைக்கு தரோம். எப்படி இருக்கு அண்ணா? எப்படி இருக்கு? குழப்பம் இல்லை. எப்படி இருக்கு? குழப்பம் இல்லை, விற்காம பாடுறது. അപ്പോൾ നമ്മൾ നൊങ്ങൊക്കെ കുടിച്ചു. നൊങ്ങടം ചെറുതായിട്ട് നമ്മളെന്ന് പറ്റിച്ചു. അതിൽ 2 വട്ടം ഒഴിച്ചു. ഒരെണ്ണം മതി എന്ന് പറയും. പിന്നെ പാവല്ലേ, നമ്മളെ കൊടുത്തു. വന്ന് നൊങ്കൊക്കെ നിങ്ങളിവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ ആദ്യമേ പറയണം ഒരെണ്ണം മതി എന്ന്. പുള്ളി 2 എണ്ണം ഒഴിച്ചു. നമ്മൾ വിചാരിച്ച് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണെന്ന്. ബിസിനസ്, എല്ലാവരും ബിസിനസ് മൈൻഡാണ്. സോ നമ്മളിനി നേരെ ഡാമിലോട്ടാണ് പോണത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഡാം. അടവിനയനാർ ഡാം എന്നാണ് ഡാമിൻ്റെ പേര്. ഗൂഗിൾ ആപ്സിൽ സെർച്ച് ചെയ്താൽ അങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അടവിനയനാർ ഡാം. ആൻഡ് ഇതിൻ്റെ താഴെ വെള്ളം വരുന്ന, നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട വെള്ളം വരുന്ന ഇതുവഴിയാണ്. പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ല, അത് ഡാം ഓവർഫ്ലോ ആവുന്നതാണ് അത്. സോ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല. ചമ്മിപ്പോയി. സോ ഗൈസ്, അപ്പോൾ ആ കാണുന്നതാണ് ഡാം. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് ഇങ്ങോട്ട് വന്നത്. ഡാം ഓവർഫ്ലോ ആകുമ്പോൾ മാത്രമേ അതുവഴി വെള്ളം താപ്പോട്ട് വരത്തുള്ളൂ. ആൻഡിപ്പോൾ വെള്ളമൊന്നുമില്ല. നമ്മൾ കണ്ട റീലിനകത്ത് പക്ഷേ വെള്ളം ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് അങ്ങ് ദൂരെ കാണുന്നതാണ് തിരുമലൈ കോവിൽ, പുഷ്പക്കകത്തിലൊക്കെ കാണുന്ന
ഇതിപ്പോൾ നമ്മൾ ഡാമിനടുത്തു നിന്ന് തിരിച്ചു പോന്നു. നമ്മളിനി നേരെ തിരുമലൈ കോവിലിലോട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ്പയ്ക്കകത്തിലെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനിയും തിരിച്ച് ഡാമിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ വഴി, ഈ വന്ന റൂട്ട് അടിപൊളിയായിരുന്നു. ഈ പാടവും പ്രതീക്ഷിച്ച് വന്ന സാധനം കിട്ടിയില്ല. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് കിച്ചൺ വ്യൂ കിട്ടി നമുക്ക്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തിരുമലൈ കോവിലാണ്. ആൻഡ് അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് സുന്ദരപാണ്ഡ്യപുരം വരെ പോകണം. അപ്പോൾ അവിടെ പോയി സൂര്യകാന്തിയൊക്കെ കണ്ടിട്ട് എവിടെന്നെങ്കിലും ഫുഡ് കൂടെ അടിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പിടിക്കണം. സോ ഗൈസ്, അപ്പം നമ്മൾ തിരുമലൈ കോവിലെത്തി. നമുക്ക് ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് പോകണം. 20 ചെയ്തോ? 500 തന്ന ചേഞ്ച് ഉണ്ടോ? ഇതിപ്പോൾ ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് മേലോട്ട് പോകാൻ. സോ ഗൈസ്, അപ്പോൾ ഒരു ബൈക്കിന് 20 രൂപയാണ് പാസ്. അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല. ഇതിൻ്റെ മണ്ണൊക്കെയാണ് കോവിൽ. സോ ഇങ്ങനെ കയറി പോകണം. മൊത്തം ഹെയർ പിൻസ് ആണ് ടോപ്പിലോട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. തിരുമലൈ കോവിലിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. തെങ്കാശിയിലല്ലാണ്ട് വന്നിട്ടുണ്ട്. സോ അത് മൊത്തം ഹെയർ പിൻ ആണ്. ഹെയർ പിൻ കയറി മേളിലെത്തണം. കിടിലം വ്യൂ ആണ്. എങ്ങോട്ട് നോക്കിയാലും കിടിലം വ്യൂ ആണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരുമലൈ കോവിൽ ടോപ്പിലെത്തിയിട്ടുണ്ട്. കിടിലം വ്യൂ ആണ് ഇവിടെ. കിടിലം വ്യൂ, അടിപൊളിയാണ്. ഈ റോഡ് കയറിയാണ് നമ്മൾ. എല്ലാം കൊള്ളാം, വ്യൂസും കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടിട്ടേക്കുന്നത്. ഇത്രയും നല്ല അടിപൊളി സ്ഥലത്ത് ഇത്രയും പ്ലാസ്റ്റിക് കൊണ്ടിട്ടേക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ കഴിവതും പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാണ്ടിരിക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരുമല കോവിലിൽ നിന്ന് ഇറങ്ങുവാണ്. അത്യാവശ്യം ലൈറ്റൊക്കെ പോയി തുടങ്ങി. നമ്മളിനി നേരെ സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോവാണ്. ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടിലൻ വ്യൂ ആണ് ഇവിടെ. എങ്ങോട്ട് നോക്കിയാലും കിട്ടിലൻ ഫ്രെയിംസ് ആണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് സുന്ദരപാണ്ഡ്യപുരമാണ്. നമ്മൾ കയറി വന്നപ്പോൾ ഇതിൻ്റെ പകുതിയുടെ പകുതി വണ്ടി മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുള്ള് ക്രൗഡഡായി. പീക്ക് ടൈമാണ്. ഈ സമയത്തൊക്കെ വന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക. സോ നമ്മൾ നേരത്തെ എത്തിയോണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. പാട്ടിട്ടേക്കുന്നു കോപ്പിറൈറ്റ്. ഇപ്പം ടൈം ഏകദേശം 4:54 ആയിട്ടുണ്ട്. 5 മണി ആവാറായിട്ടുണ്ട്. സോ നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുന്നേ സുന്ദരപാണ്ഡ്യപുരം പിടിക്കണം. സോ അവിടെ ചെന്ന് അവിടുന്ന് പിന്നെ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് വിടണം. ഞാൻ കുറേ നാളുകൊണ്ട് തെങ്കാശി വരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് വന്നത് കുറേ നാൾ മുമ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 4 വർഷം മുമ്പ് എന്തോ ആണ് ഞാൻ ലാസ്റ്റ് വന്നത്. ആൻഡ് ഈ ട്രിപ്പ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അടിപൊളിയാണ്. വന്നത് എന്തായാലും വെർത്തായി. നമ്മൾ അടിപൊളി സമയത്ത് തന്നെയാണ് വന്നത്. എല്ലാം അടിപൊളി വ്യൂസാണ്. കുറച്ചുകൂടി രസം, കുറച്ചുകൂടി ചെറിയ മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ സെറ്റാണ്. ഇപ്പോൾ പക്ഷെ എന്തായാലും നമുക്ക് അത്ര വലിയ വെയിലൊന്നും ഇല്ല, എന്നാൽ വലിയ മഴയൊന്നുമില്ല. മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. വലിയ ചൂടും ഇല്ല, വലിയ വെയിലും ഇല്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തെത്തി. ആൻഡ് എന്താണ് സൂര്യകാന്തി പൂക്കൾക്കടയിൽ. പക്ഷെ നമ്മൾ റീലിൽ കാണുന്ന സ്ഥലം ഇതല്ലെന്നും തോന്നുന്നു. അത് വേറെ എവിടെ ആണ്.
ഗൈസ് അപ്പോൾ ഇത് ടോട്ടൽ 1 ഏക്കർ തോട്ടം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അയ്യോ ആണല്ലേ, ഒരാൾക്ക് 25 രൂപ മാസമുണ്ട് കയറുന്നതിന്. നമുക്കിനി ഇവിടുന്ന് ചെങ്കോട്ട പോയി ഫുഡ് കഴിച്ചിട്ട് വേണം അവിടുന്ന് പോവാൻ. സോ ബ്ലിപ്പടി ഈ സുന്ദരപാണ്ഡ്യപുരത്തുനിന്ന് തിരിച്ചു പോകാം. ഇവിടെ നല്ല കാറ്റാണ്, നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. സോ ഇനി നമുക്ക് തിരിച്ച് ചെങ്കോട്ട പോവാം. അവിടെ പോയി അവിടുന്ന് ഫുഡ് അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിടണം. നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടി കുറച്ച് ലേറ്റായിപ്പോയി. കയറുമ്പോഴേ വീഡിയോ എടുക്കൂ, അതുവരെ വീഡിയോ ഒന്നും എടുക്കില്ല. വെട്ടമൊന്നുമില്ല ഗോപ്രോയിൽ. വെട്ടം പോയി കഴിഞ്ഞാൽ ശോകമാണ്, ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടൂല. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റഹ്മത്ത് ബോർഡർ പൊറോട്ട സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. സോ നമുക്കിനി നേരെ വീട്ടിലോട്ട് വിടാം. സോ ഞാനിനി അടൂരെത്തിയിട്ടേ വീഡിയോ എടുക്കുള്ളൂ. ഫുള്ള് നൈറ്റാണ്, എടുത്താലും കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടൂല. സോ നമുക്ക് അടൂരെത്തിയിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് അടൂരെത്തി. സോ ഇനി നേരെ വീട്ടിലോട്ട് പോകണം. ഇവിടെ നിന്ന് ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട് വീട്ടിലോട്ട്. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തെങ്കാശി വ്ളോഗ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.